ഹലോ, വെൽക്കം ടു അച്ചൂസ് പാരഡൈസ്. ഇന്ന് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ സമോസ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ, അതിൽ കൂടരുത്, ഒരു വിസിൽ വരുത്തി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു 5-6 സവാള ആവശ്യമുണ്ട്. 5-6 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി വേവിച്ച് വെച്ച ചിക്കൻ ഊറ്റി തീരെ വെള്ളമില്ലാണ്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം തീരെ ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നൂൽ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ചേർക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം. സവാള ചെറുതായി കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് മടക്കണമെന്ന് നോക്കാം. ഞാൻ റെഡിമെയ്ഡ് ഷീറ്റിലാണ് മടക്കുന്നത്. മൈദാമാവ് സൈഡ് ഒട്ടിക്കാനായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊരു കോണാക്കി എടുക്കാം. കോണാക്കിയ ശേഷം അതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കാണിക്കുന്ന പോലെ മടക്കി കൊടുക്കുക. ഈ ഒരു അളവിൽ നമുക്കൊരു 10-30 സമോസ വരെ റെഡിയാക്കാൻ പറ്റും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡ് ഒട്ടിക്കണം. മൈദ വെച്ചിട്ടാണ് സൈഡ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യണതെന്നും കൂടി കാണിക്കുന്നുണ്ട്. നമുക്ക് 1 മാസത്തോളം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു പാത്രത്തിലോ സിപ്ലോക്ക് ബാഗിലോ നമുക്ക് സ്റ്റോർ ചെയ്യാം. പാത്രത്തിലാണെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണത് നമുക്ക് എയർ ഫ്രയറിലോ എണ്ണയിലോ പൊരിച്ചെടുക്കാം. എയർ ഫ്രയറിലാണെങ്കിൽ 10 മിനിറ്റ് വയ്ക്കാം. എണ്ണയിലാണെങ്കിൽ വേഗം തന്നെ പൊരിച്ചെടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സമോസ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.